മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഞാനും ഈ ഡേറ്റ് കൊടുത്തിട്ട് കുറെ നാളായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാനും എന്റെ ഭാര്യയും ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകാൻ കൊടുത്തിരിക്കുക. അപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള പടച്ചവനെ ഈ പരിപാടിക്ക് മുമ്പ് ഹജ്ജിന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് അവസാനമായിട്ട് വഅദ് പറയുന്ന സിയാറത്തിനും വഅദ് പറയുന്ന മഖാമിദ ഇൻഷാ അല്ലാഹ് ഞാനും എന്റെ കുടുംബവും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതേ സമയം അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മദീനത്തായിരിക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയൊക്കെ അല്ലാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നിയ്യത്ത് ചെയ്തേ. പകുതിയിലൊന്നും ഓടൂലല്ലോ, 11 മണി വരെ ഉള്ളൂ. അപ്പൊ അവസാനം വരെ ഇരിക്കുക. അവസാനം വരെ ഇരിക്കുമ്പോ അവസാനം ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതേണ്ട ഒരു നിയ്യത്തുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, എന്നെ നീ പരിശുദ്ധമായ ഹറമുകളിലേക്ക് എത്തിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും എന്റെ കുടുംബത്തിനും ഒരു വട്ടമെങ്കിലും തരണേ അല്ലാഹ് എന്ന ഒറ്റ നിയ്യത്തോടു കൂടി വേണം എല്ലാവരും ഇവിടെ ഇരിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആ നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളും സ്വഹാബത്തും ഒരിക്കൽ ഇങ്ങനെ ഒരു വീടിന്റെ അകത്തിരിക്കുകയാണ്. മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനില്ല. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എന്റെ ആഗ്രഹം ഈ വീട് നിറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹു നൽകിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോകുന്ന പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ദുനിയാവ് വെട്ടിപ്പിടിക്കുവാനുള്ള മോഹം കൊണ്ടോ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സമ്പത്ത് നൽകിയാൽ, എനിക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ നൽകിയാൽ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാമല്ലോ. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കും, കൊടുത്തിട്ട് അവനെ പരീക്ഷിക്കും, ഇതിവൻ കൊടുക്കുമോ ഇല്ലയോ എന്നറിയാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ നൽകിയിരുന്നെങ്കിൽ അത് എല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ചെലവഴിക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, യതീമീങ്ങൾക്ക് കൊടുക്കാം, പള്ളികൾ വെച്ച് കൊടുക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം എനിക്ക് ചെലവഴിക്കാൻ കഴിയും. അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയും. എനിക്ക് ഈ വീട് നിറയെ സ്വർണ്ണ നാണയം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സ്വഹാബിയും പറയുന്നു, ഈ വീട് നിറയെ മുത്തുമണികളും മാണിക്യങ്ങളും രത്നങ്ങളും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാ. എന്തുകൊണ്ട്? ഇതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, സ്വർഗത്തിൽ ഉയർന്ന പദവികൾ നേടിയെടുക്കാൻ അത് കാരണമാകുമല്ലോ. ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം മിണ്ടാതെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് തന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ, ആ സ്വഹാബത്ത് ചോദിച്ചു, അല്ല ഖലീഫ, നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം ചോദിക്കുന്നല്ലോ,
ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നല്ലോ. അങ്ങയുടെ ആഗ്രഹം എന്താ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമർ തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഖലീഫ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പറഞ്ഞല്ലോ, അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ഉമർ തങ്ങളോട് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വർണമല്ല, മാണിക്യമല്ല, മുത്തുകളല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ആരെ പോലെയാണ്? മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചില സഹാബത്തിന്റെ പേര് പറയുകയാണ്. അബൂ ഉബൈദയെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ നല്ല ചുണക്കുട്ടികളായ ചെറുപ്പക്കാര് ഈ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരായി പറയുന്നതെന്നറിയുവോ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് പറയുന്നത്. ഉമർ തങ്ങൾ ആരാണെന്നറിയുവോ? ഉമർ തങ്ങൾ നടന്നു വരുന്ന വഴിയിലൂടെ പോലും സാക്ഷാൽ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന് നടക്കാൻ പേടിയാ. ഉമർ നടക്കുന്ന വഴിയിലൂടെ പോലും പടച്ചവനെ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന് നടക്കാൻ പേടിയാണ്. ഇബ്ലീസിന് പോലും ഭയമുള്ള സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബാണ് പറയുന്നത്, നബി തങ്ങൾ ഉമറിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? ലൗ കാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, എനിക്ക് ശേഷം ഒരു നബിയില്ല, പക്ഷേ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പ്രവാചകനാകാനുള്ള സർവ്വയോഗ്യതയും ഉമറിനുണ്ടായിരുന്നു എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് ചില ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ തങ്ങൾ പോലും വാഴ്ത്തി പറഞ്ഞ ചെറുപ്പക്കാരാരാ? ഈ വഅദ കേൾക്കാൻ ഈ മഖാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിക്കണം പൊന്നുമോനെ, ഇവരാരാണെന്ന് പഠിക്കണം പൊന്നുമോനെ. അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരാരാണെന്നറിയോ? ആരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അബൂ ഉബൈദ ആരാണെന്നറിയോ? സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ, ആ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അതാ ഏഴാകാശം കടന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വിതുമ്പിയപ്പോ, ആകാശത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീലിനെ വിളിച്ചിറക്കിയ ചെറുപ്പക്കാരനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതാ ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആരാ? സമഹാനായ അബൂ ഉബൈദ ആരാ? അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബി ആരാണ്? പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിലൂടെ നടന്നു പോവുകയാണ്. അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലൂടെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. ആരോ ഒരാള് കാണാതെ ഇരിക്കാൻ, ആരോ ഒരാൾ എന്നെ കാണരുതെന്ന ധാരണയോടെ അബൂ ഉബൈദ ഇങ്ങനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ മറുഭാഗത്ത് ജറാഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരാളെ തെരഞ്ഞു നടക്കുകയാ. വേറെ ഒരാളെയും
നോക്കുന്നില്ല, വേറെ ഒരാളുമായി യുദ്ധം ചെയ്യുന്നില്ല. പടച്ചവനെ, ആ മനുഷ്യനിങ്ങനെ അബൂ ഉബൈദയെ തിരഞ്ഞു നടക്കുകയാണ്. ഈ അബൂ ഉബൈദ കാണാതെ ഒളിച്ചു നടക്കുന്നത് ജറാഹിനെയാണ്, ജറാഹ് തിരഞ്ഞു നടക്കുന്നത് അബൂ ഉബൈദയാണ്. ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് ചെറുപ്പക്കാരാ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ജറാഹ് എന്ന് പറയുന്ന മനുഷ്യരുമായിട്ടൊരു ബന്ധമുണ്ട്. ഇവര് രണ്ടുപേരും വാപ്പയും മകനുമാണ്. ഇവര് രണ്ടുപേരും വാപ്പയും മകനുമാണ്. ജറാഹിന്റെ മകനാണ് അബൂ ഉബൈദ, ജറാഹിന്റെ മകനാണ് അബൂ ഉബൈദ. പടച്ചവനെ, അബൂ ഉബൈദ മുസ്ലിമാണ്, ജറാഹ് എതിർഭാഗത്താണ്. അതുകൊണ്ട് പടച്ചവനെ, അബൂ ഉബൈദ എന്ന് പറയുന്ന പിതാവ്, അതാ ജറാഹ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനെ കൊല്ലാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. എനിക്ക് വേറെ ഒരാളെയും കൊല്ലണ്ട, എനിക്ക് വേറെ ഒരാളുമായിട്ട് യുദ്ധം ചെയ്യണ്ട, എനിക്ക് കൊല്ലേണ്ടത് എന്റെ മകനായ അബൂ ഉബൈദയാണ്. എവിടെയടാ അബൂ ഉബൈദ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലൂടെ പിതാവ് തന്റെ പൊന്നാര മകനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാനം ആ പിതാവ് തെരഞ്ഞു വരുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിൽക്കുകയാണ്, നബി തങ്ങളുടെ ചാരത്തു നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, എടാ അബൂ ഉബൈദ, ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. മുഹമ്മദേ, അവനെ ഇറക്കിവിട്, മുഹമ്മദേ, അവനെ ഇറക്കിവിട്. നിന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ സ്വർഗത്തിൽ പോകുമെന്നല്ലേ നീ പറയുന്നത്? അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. ഇറക്കിവിട് മുഹമ്മദ്, ഇറക്കിവിട് മുഹമ്മദ്. പിതാവ് വന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ പൊന്നാര മകന് ദേഷ്യം വരാൻ, തന്റെ പൊന്നാര മകന് ദേഷ്യം വരാൻ അവിടെ അവനെ ഒരുപാട് ചീത്ത പറയുകയാണ്, ഒരുപാട് ചീത്ത പറയുകയാണ്, മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അബൂ ഉബൈദ മിണ്ടുന്നില്ല. പറയുന്നത് പിതാവാണല്ലോ, സ്വന്തം വാപ്പയാണ് പറയുന്നത്. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ യുദ്ധത്തിന് ഇറങ്ങി വരാതെ വന്നപ്പോ ഏതൊരു ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ്. മാതാവിനെ കുറിച്ച് പറഞ്ഞാല് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനെ കുറിച്ച് ഏതൊരു മകനോട് പറഞ്ഞാലും അവന് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ജറാഹു പറഞ്ഞു, ഉബൈദ, നീ എന്റെ മകനല്ലടാ, നീ എനിക്ക് പിറന്നവനല്ലടാ. പടച്ചവനെ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. സ്വന്തം ഉമ്മയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, പറയുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ച് തന്നെയാണല്ലോ. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. സ്വന്തം മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടും യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നില്ല. ഇനി ജറാഹിനറിയാം, അവനെ ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ, അവന് യുദ്ധത്തിന് ഇറങ്ങി വരണമെങ്കിൽ ഉമ്മാരെ പറഞ്ഞാൽ അവന് സിരപ്പ് ക്ഷമിച്ചു പോകും. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞ അബൂ ഉബൈദയ്ക്ക് സഹിക്കില്ല എന്നറിയാം, അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ജറാഹ് എന്ന് പറയുന്ന പിതാവ് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായിട്ട് അവിടെന്ന് പറയുകയാണ്, നബി തങ്ങളെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് വാപ്പയാണെന്ന് പോലും നോക്കിയില്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, സ്വഹാബത്ത് പറയുകയാണ്, കയ്യെങ്കാലും വിറയ്ക്കുകയാണ്. അതാ അബൂ ഉബൈദ തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങുകയാണ്. കുറച്ചു സമയത്തേക്കൊന്നും കാണാനില്ല. കുറച്ചു
കുറച്ചു സമയത്തേക്കൊന്നും കാണാനില്ല. കുറച്ചു കഴിയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഒരു കയ്യിൽ വാളും രണ്ടാമത്തെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയിരിക്കുകയാണ്. വാപ്പയുടെ തലയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറയുകയാ. നിബിതങ്ങൾ നോക്കുന്നില്ലടോ, അല്ലാഹുവിന്റെ റസൂല് സലാം അടക്കുന്നില്ല. നിബിതങ്ങൾ തലതിരിച്ചു അടുത്ത ഭാഗത്ത് പോയി സലാം പറഞ്ഞു. നിബിതങ്ങൾ സലാം അടക്കുന്നില്ല. പടച്ചവനെ മറു സൈഡിലും വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് മിണ്ടുന്നില്ല. കാരണം തന്റെ പ്രിയപ്പെട്ട ജന്മം കൊടുത്ത പിതാവിന്റെ തലയെടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. പിതാവിനെ കൊല്ലാൻ പറയുന്ന, പടച്ചവനെ മനുഷ്യനെ കൊല്ലാൻ പറയുന്ന, ഒരു ജീവജാലത്തെ പോലെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കൊലപാതകമെന്ന് പറയുന്ന പാപം എത്രത്തോളം വലുതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, പടച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായിട്ട് കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ ദീനിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്. ആ ദീനിനെ കുറിച്ച് അറിയാത്തവരാണ്. വാളുകൊണ്ടാണ് ദീന് വളർന്നത്. ഇസ്ലാം മതം വളർന്നത് വാളുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അറിയാത്തവരാണോ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത്, ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അത്രത്തോളം വലിയ പാപമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ലേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? അതിനുവേണ്ടിയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? എന്നാ നബിതങ്ങൾ പറയുന്നു, ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? റോഡിലൂടെ നടന്നു പോകുമ്പോ ആ വഴിയിലൂടെ നടന്നു പോകുന്നവന് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാ നിങ്ങളതെടുത്തു മാറ്റിയ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് പരിശുദ്ധമായ ദീന്. ഇതാണ് പരിശുദ്ധമായ ദീന്. എന്തിന് ഒരു പടി കൂടെ കിടന്ന് ഞാനും നിങ്ങളും ദീനിനെ കുറിച്ച് പഠിച്ചാൽ പറഞ്ഞു കൊടുക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ നിന്റെ സ്വന്തം പറമ്പിൽ വീടുയർത്തി കെട്ടാൻ പാടില്ല. നീ രണ്ട് നില വീട് വെക്കാൻ പാടില്ല. നിന്റെ ജാഗയില് നീ സമ്പാദിച്ച പൈസ കൊണ്ട് നിന്റെ സ്വന്തം പറമ്പിൽ നീ രണ്ട് നില വീട് കെട്ടാൻ പാടില്ല. എപ്പോഴാണ് കെട്ടാൻ പാടില്ലാത്തതെന്നറിയോ? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായാൽ, നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നീ നിന്റെ സ്വന്തം പറമ്പിൽ പോലും രണ്ട് നില വീട് കെട്ടാൻ പാടില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇതാണോ പരിശുദ്ധമായ ദീൻ? ഇതാണ് പരിശുദ്ധമായ ദീൻ. ഈ ദീനിനെ കുറിച്ചാണ് ഇന്ന് അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അവന് സഹിക്കാൻ കഴിയുന്നില്ല. അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ പിതാവാണ് പറയുന്നതെന്ന് മറന്നു പോവുകയാണ്. അവസാനം തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നിബിതങ്ങളോട് സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സലാം അടക്കാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണൊന്നു നിറയുകയാ.
പടച്ചവനെ നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണല്ലോ. അല്ലാഹുവേ, നബിതങ്ങളോടുള്ള മഹബത്ത് കാരണം പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് ചെയ്തു പോയതാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുന്നില്ലല്ലോ. അബൂ ഉബൈദയ്ക്ക് വല്ലാത്ത സങ്കടമായി. അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. അതാ വരുന്നു ഏഴാകാശം കടന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പടച്ച റബ്ബ് ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വരികയാണ്. ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാതൂന മൻ ഹാദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഹും ഔ അബ്നാഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ സലാമടക്കു, നബിയേ സലാമടക്കു, നബിയേ. വാപ്പയെക്കാല് ഉമ്മയെക്കാല് മക്കളെക്കാല് കൂടപ്പിറപ്പിനെക്കാല് അവന്റെ ജീവനെക്കാല് എപ്പോഴാണോ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. തെറ്റില്ല നബിയേ. അവിടെ സലാമടക്കാൻ നബിതങ്ങളോട് അവിടെ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ ഇവിടെ കേൾക്കാമെന്നവരോട് വാപ്പാനെ കൊല്ലാനല്ല പറയുന്നത്, ഒരാളെ വേദനിപ്പിക്കാനല്ല പറയുന്നത്, ഒരാളെ പീഡിപ്പിക്കാനല്ല പറയുന്നത്, ഒരാളെ സങ്കടപ്പെടുത്താനല്ല പറയുന്നത്. ഇതിനകത്ത് നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര. അല്ലാഹുവേ, ചില ചെറുപ്പക്കാരുണ്ട്, ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് തെറ്റ് കണ്ടാ പടച്ചവനെ സഹിക്കില്ലടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ അവര് പെട്ടെന്ന് ഇടപെടുകയാണ്, അവര് പെട്ടെന്ന് പ്രതികരിക്കുകയാണ്. എന്തിനാ മോനെ, വേറെ ഒരാൾക്കും ഒരു കുഴപ്പമില്ലല്ലോടാ, എന്തിനും നീ മാത്രം എന്തിനാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? ഈ നാട്ടിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, ഈ മഹല്ലിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, നീ മാത്രം എന്തിനാണ് എല്ലാ തടസ്സം നിൽക്കുന്നത്? അവരെ അവരുടെ വഴിക്ക് വിട്ടാ പോരെ, അവരെ അവരുടെ വഴിക്ക് വിട്ടാ പോരെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് സഹിക്കില്ലടോ, അവർ തെറ്റ് കണ്ടാ തിരുത്തുമടോ, അവര് തെറ്റ് കണ്ടാ പറയുമടോ. അത് വാപ്പയാണോ ഉമ്മയാണോ മക്കളാണോ കൂടപ്പറപ്പാണോ ഉസ്താദാണോ ആരാണോ, തെറ്റ് കണ്ടാ പറയുമടോ. തെറ്റ് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമടോ. അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അല്ലാഹു അവർക്ക് കൊടുത്ത ഒരു ഭാഗ്യമാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ.